തിരക്കുകളുടെ പേര് പറഞ്ഞ് കൃഷി ചെയ്യാൻ മടിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പേരാണ് കണ്ണൂരിലെ ദയാ അക്കാദമി ചെയർമാൻ ഡോക്ടർ N.K. സൂരജിന്റേത്. കണ്ണൂർ അരവഞ്ചാലിലെ തന്റെ കൃഷിയിടത്തിൽ റംബൂട്ടാൻ കൃഷിയിൽ വിജയത്തിന്റെ 100 മേനി കൊയ്തിരിക്കുകയാണ് അദ്ദേഹം. സ്വന്തം ബിസിനസ് സംരംഭങ്ങളുടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും തിരക്കുകൾക്കിടയിലാണ് കൃഷി ചെയ്തും സൂരജ് പാണയിൽ എന്ന ഡോക്ടർ N.K. സൂരജ് സമൂഹത്തെ വിസ്മയിപ്പിക്കുന്നത്. മഴ പെയ്തു തോരാത്ത മനോഹരമായ കണ്ണൂർ ജില്ലയിലെ ഒരു മലയോര ഗ്രാമമാണ് അരവഞ്ചാൽ. അരവഞ്ചാൽ പോലുള്ള ഗ്രാമങ്ങളാണ് നമ്മളുടേതൊക്കെ. ഈ ഗ്രാമങ്ങളിൽ റംബൂട്ടാൻ കൃഷി ചെയ്താൽ അത് വിജയകരമാകുമോ? നമ്മുടെയൊക്കെ സംശയമാണല്ലേ. ആ സംശയത്തിനുള്ള ഉത്തരം കൂടിയാണ് ഞാനിനി പറയുന്ന കഥ. കണ്ണൂരിന്റെ മലയോര മേഖലയായ അരവഞ്ചാലിൽ തരിശിട്ടു പോകുമായിരുന്ന സ്ഥലത്ത് 4 വർഷം മുൻപാണ് ഡോക്ടർ N.K. സൂരജ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട റംബൂട്ടാൻ ചെടികൾ നട്ടുപിടിപ്പിച്ചത്. ആദ്യത്തെ വർഷങ്ങളിൽ കാര്യമായ ഫലമൊന്നും തന്നില്ലെങ്കിലും കൃഷിയോട് അങ്ങേയറ്റം ആഭിമുഖ്യമുള്ള ഡോക്ടർ സൂരജ് തന്റെ റംബൂട്ടാൻ കൃഷി അവസാനിപ്പിക്കാൻ തയ്യാറായില്ല. പയ്യന്നൂരുകാരനായ സുഹൃത്ത് സത്യന്റെ കൂടി സഹായത്തോടെ റംബൂട്ടാൻ കൃഷി നടത്തിയതോടെ കൊയ്യാനായത് 100 മേനിയാണ്. അരവഞ്ചാലിലെ സ്ഥലത്ത് ചുവപ്പും മഞ്ഞയും പച്ചയും നിറത്തിൽ മഴ നനഞ്ഞു നിൽക്കുന്ന റംബൂട്ടാൻ പഴങ്ങൾ കണ്ണിന് കുളിർമയേകുന്നതാണ്. ബാല്യത്തിൽ അച്ഛനൊപ്പം വയലേലകളിൽ കൃഷിപ്പണിയിൽ സഹായിച്ചിരുന്ന ഡോക്ടർ N.K. സൂരജിന് ബിസിനസ് തിരക്കുകൾക്കിടയിൽ അതിനേക്കാൾ സന്തോഷം പകരുന്ന പ്രവൃത്തി കൂടിയാണ് ഈ റംബൂട്ടാൻ കൃഷി. കൃഷിയോട് ഭയങ്കര താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. ചെറുപ്പം മുതലേ അച്ഛൻ്റെ കൂടെ നമ്മളെ മുമ്പിലുള്ള വയലിലും ഒക്കെ ചീരയാണെങ്കിലും വെള്ളരിക്കാണെങ്കിലും എല്ലാം ആണെങ്കിലും ഞാൻ വീട്ടിൽ ആക്റ്റീവായിട്ട് അച്ഛൻ്റെ കൂടെ കൃഷി ചെയ്യുന്നതാണ്. ഇപ്പോഴും എൻ്റെ പഴയക്കോട് ചാലുള്ള വീട്ടിലാണെങ്കിലും ഒരു 10-25 ടൈപ്പ് ഫ്രൂട്ട്സ് ഓൾറെഡി നമ്മൾ അപ്പോൾ ഒരു കോവിഡ് സമയത്തുള്ള സമയം അതിന് വേണ്ടിയിട്ടും സോഷ്യൽ വർക്കിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ അതൊക്കെ പ്രൊഡക്റ്റീവാണ്. അത് ആർക്ക് വേണമെങ്കിലും ഇതുപോലെ എല്ലാവരും ചെറിയൊരു 10 സെൻറ്റ് സ്ഥലമാണെങ്കിലും 1 സെൻറ്റ് സ്ഥലമാണെങ്കിലും നമുക്ക് 2 മരം വെക്കാൻ പറ്റുന്നതാണെങ്കിൽ അത്ര ഗുണകരമാണ്. അതായത് നമ്മുടെ നാട്ടിൽ പലതും വളരും. അപ്പോൾ അതിന് തെളിവാണ് ഈ ഒരു സംഭവം. N18, സ്കൂൾ ബോയ്, E35 തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട 65ഓളം തൈകളാണ് അരവഞ്ചാലിലെ കൃഷിയിടത്തിൽ ഡോക്ടർ N.K. സൂരജിന്റെ നേതൃത്വത്തിൽ നട്ടുവളർത്തിയത്. കാർഷിക മേഖലയോട് സൂരജ് കാണിക്കുന്ന ആത്മാർത്ഥമായ ഇടപെടലാണ് റംബൂട്ടാൻ കൃഷിയുടെ വിജയമെന്ന് സുഹൃത്തുക്കളായ മറ്റൊരു സൂരജും സത്യനും പറയുന്നു. സൂരജ് സാറിൻ്റെ വീട്ടിൽ സ്വന്തം സഹചാരിയാണ് ഞാൻ. പക്ഷേ കൃഷിനെ പ്രോത്സാഹിപ്പിച്ചത് ഈ സൂരജ് സാറാണ്. എനിക്ക് ഇതിനെപ്പറ്റി ആദ്യമൊന്നും അറിയാത്ത ആളാണ്. ഇതിപ്പം ഇവിടെ നിൽക്കുന്നത് സത്യൻ സാറിൻ്റെ കീഴിലാണ്. എൻ്റെ സൂരജ് സാറിൻ്റെ വീട്ടിൽ ഉള്ള എല്ലാ കാര്യവും നോക്കുന്നത് ഞാനാണ്. കൃഷിയായാലും എല്ലാം നമ്മുടെ അവിടെയുള്ള ഫ്രൂട്ട് ചെടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇപ്പോൾ ഏകദേശം 4ാമത്തെ വർഷമാണ് ഇതിപ്പോൾ കായ്ക്കുന്നത്. ഏകദേശം ഒരു 60ഓളം മരങ്ങൾ റംബൂട്ടാൻ മരങ്ങളുണ്ട്. അത് പലതരത്തിലുള്ള പല വെറൈറ്റീസിലുള്ളതുണ്ട്. മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ N18 അതാണ് ഹൈബ്രിഡ്, നല്ല മധുരമുള്ള ആ സാധനം അതാണ്. പിന്നെ ഈ ചെറുത് അധികം വളർച്ചയില്ലാത്തത് സ്കൂൾ ബോയ് എന്ന് പറയുന്ന ആ ഒരു ഇനമാണ്. നല്ല നല്ല മധുരമുള്ള നമുക്ക് താഴെ തന്നെ പറിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അങ്ങനെ പല വെറൈറ്റീസിലുള്ള മരങ്ങളുണ്ട്. എൻ്റെ ഇതിനേക്കാളും സൂരജിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ റംബൂട്ടാൻ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൂരജിൻ്റെ ഹാപ്പി, അതുപോലെ തന്നെ എൻ്റെ ഹാപ്പി. ആ രീതിയിൽ ഞാൻ എൻ്റെ മാക്സിമം ടൈമുകൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ ആ ഒരു ഗുണം ഇപ്രാവശ്യം ഇതിൽ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റംബൂട്ടാന്റെ വിളവെടുപ്പ് ആഘോഷമായാണ് ഡോക്ടർ സൂരജ് പാണയിലും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒരുമിച്ച് നടത്തിയത്. നമ്മുടെയെല്ലാം കയ്യിലുള്ളത് 1 സെന്റ് ഭൂമിയാണെങ്കിൽ പോലും കൃഷിക്കായി അത് ഉപയോഗിക്കണമെന്ന വലിയ സന്ദേശം കൂടി സൂരജ് പാണയിൽ എന്ന ഡോക്ടർ N.K. സൂരജ് സമൂഹത്തിനായി പകർന്നു നൽകുകയാണ്. തിരക്കിനിടെ എവിടെയാണ് കൃഷി ചെയ്യാൻ സമയം? അങ്ങനെ ചോദിച്ചാണ് പലരും കൃഷിയിൽ നിന്നും പിന്മാറുന്നത്. എന്നാൽ തിരക്കൊന്നും കൃഷിക്ക് ഒരു വിഷയമല്ല എന്ന് തെളിയിക്കുകയാണ് ഡോക്ടർ സൂരജ് പാണയിൽ. അദ്ദേഹം തിരക്കിനിടയിലാണ് ഇത്തരത്തിലൊരു റംബൂട്ടാൻ കൃഷിയുടെ വിജയഗാഥ ഇവിടെ രചിച്ചിരിക്കുന്നത്. ഈ മാതൃക നമുക്കും സ്വീകരിക്കാം. കണ്ണൂർ അരവഞ്ചാലിൽ നിന്നും ക്യാമറ പേഴ്സൺ റിഷാദ് ടി കെക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.